നമസ്കാരം, ഞാൻ കൃഷ്ണപ്രിയ. പ്രതിവാര കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പത്മ പുരസ്കാര തിളക്കത്തിൽ കായിക ലോകവും. വിജയ് അമർരാജ് പത്മഭൂഷൺ, രോഹിത് ശർമ്മ, ഹർമൻപ്രീത് കൗർ ഉൾപ്പെടെയുള്ളവർക്ക് പത്മശ്രീ. റോളർ ഹോക്കി കെ ലീഗ് ആദ്യ സീസണിൽ ജേതാക്കളായി ട്രാവൻകൂർ ടൈറ്റൻസ്. ഫൈനലിൽ പാലക്കാട് വാരിയേഴ്സിനെ തകർത്തത് 2-3 ഗോളുകൾക്ക്. സന്തോഷ് ട്രോഫിയിൽ കേരളം മുന്നോട്ട്. ഒഡീഷയെ കീഴടക്കി നോക്കൌട്ടിലേക്ക് അടുത്ത് കേരള ടീം. മൂന്നാം മത്സരത്തിലെ ജയം ഏകപക്ഷീയമായ 1 ഗോളിന്. ലോകകപ്പിൽ നിന്ന് ഒഴിവാക്കിയ തീരുമാനം അംഗീകരിച്ച് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്. കളിക്കാരുടെ സുരക്ഷയാണ് പ്രധാനമെന്നും BCB. 2020 ലോകകപ്പ് ബഹിഷ്കരിക്കുമെന്ന് ഭീഷണി മുഴക്കിയ പാകിസ്ഥാൻ നിലപാടിൽ നിന്നും പിന്നോട്ട്. വാർത്തകൾ വിശദമായി. ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ കായിക പ്രതിഭകൾക്ക് ആദരം. രാജ്യം പ്രഖ്യാപിച്ച പത്മ പുരസ്കാര തിളക്കത്തിലാണ് കായിക ലോകവും. ഇന്ത്യൻ ടെന്നീസിനെ അന്താരാഷ്ട്ര രംഗത്ത് പരിചയപ്പെടുത്തിയവരിൽ മുമ്പനായ വിജയ് അമർരാജിനെ തേടി പത്മഭൂഷൺ ബഹുമതിയാണ് എത്തിയത്. രാജ്യം പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങളുടെ തിളക്കത്തിൽ കായിക താരങ്ങളായ വിജയ് അമർരാജ്, രോഹിത് ശർമ്മ, ഹർമൻപ്രീത് കൗർ, സവിത പൂനിയ, കെ പഴനിവേൽ, ബൽദേവ് സിംഗ്, പ്രവീൺ കുമാർ, വ്ളാഡിമിർ മെസ്റ്റ്വിരിഷ്വിലി എന്നിവർ. ഇന്ത്യൻ ടെന്നീസിനെ അന്താരാഷ്ട്ര രംഗത്ത് പരിചയപ്പെടുത്തിയവരിൽ മുമ്പനായ വിജയ് അമർരാജിനെ തേടി പത്മഭൂഷൺ പുരസ്കാരമാണ് എത്തിയത്. തമിഴ്നാട് സ്വദേശിയായ ഇദ്ദേഹം 4 ഗ്രാൻഡ് സ്ലാമുകളിലും സിംഗിൾസ് കളിച്ചിട്ടുണ്ട്. വിംബിൾഡണിലും US ഓപ്പണിലും ക്വാർട്ടർ ഫൈനൽ വരെ എത്തി. 1976 വിംബിൾഡൺ ഡബിൾ സെമി ഫൈനലിൽ കളിച്ചു. 1982 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. കളിക്കളം വിട്ട ശേഷം കമന്റേറ്ററായി തുടർന്നു. ചില ഹോളിവുഡ് ചിത്രങ്ങളിൽ ഉൾപ്പെടെ അഭിനേതാവുമായി. ഇന്ത്യൻ ക്രിക്കറ്റിലെ 2 സൂപ്പർ താരങ്ങളെയാണ് പത്മശ്രീ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. 2020 ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും നേടിത്തന്ന പുരുഷ ടീം മുൻനായകനായ രോഹിത് ശർമ്മയ്ക്കും ഏകദിന ലോകകപ്പ് നേടിത്തന്ന വനിതാ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിനുമാണ് പത്മശ്രീ. നിലവിൽ ഏകദിനത്തിൽ മാത്രമാണ് രോഹിത് കളിക്കുന്നത്. ഹർമൻ ഇപ്പോഴും എല്ലാ ഫോർമാറ്റിലും ഇന്ത്യൻ ക്യാപ്റ്റനാണ്. ഹോക്കിയിൽ നിന്ന് ബൽദേവ് സിംഗിനും സവിത പൂനിയയ്ക്ക് പത്മശ്രീ ലഭിച്ചു. വനിതാ ഹോക്കിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന പരിശീലകനാണ് ബൽദേവ്. ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന്റെ മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമാണ് സവിത. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഹൈജമ്പിൽ സ്വർണം നേടിയ താരമാണ് പ്രവീൺ കുമാർ. കഴിഞ്ഞ വർഷം ഡൽഹിയിൽ നടന്ന ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലവും പ്രവീൺ നേടിയിരുന്നു. പോണ്ടിച്ചേരിയിൽ നിന്നുള്ള ചിലമ്പാട്ടം ആചാര്യനാണ് പത്മശ്രീ ലഭിച്ച പഴനിവേൽ. 2003 മുതൽ ഇന്ത്യൻ ഗുസ്തി കോച്ചായിരുന്ന ജോർജിയക്കാരൻ വ്ളാഡിമിർ മെസ്റ്റ്വിരിഷ്വിലിക്ക് മരണാനന്തര ബഹുമതിയായാണ് പത്മശ്രീ ലഭിച്ചത്. സുശീൽ കുമാർ, യോഗേശ്വർ ദത്ത്, ബജ്രംഗ് പുനിയ എന്നിവരുടെ ഒളിമ്പിക് മെഡൽ നേട്ടങ്ങൾക്ക് പിന്നിൽ മെസ്റ്റ്വിരിഷ്വിലിയുടെ പരിശ്രമമുണ്ടായിരുന്നു. കേരള റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ സംഘടിപ്പിച്ച റോളർ ഹോക്കി പ്രീമിയർ ലീഗായ കെ ലീഗിൽ ട്രാവൻകൂർ ടൈറ്റൻസ് ആദ്യ ചാമ്പ്യന്മാർ. സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി എത്തിയ കേരള ഒളിമ്പിക് അസോസിയേഷൻ ട്രഷററും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റുമായ MR രഞ്ജിത്ത് വിജയികൾക്കുള്ള ട്രോഫി മെഡലുകളും നൽകി. കേരള റോളർ ഹോക്കി പ്രീമിയർ ലീഗായ കെ ലീഗിന്റെ ആദ്യ സീസണിൽ കപ്പടിച്ച് ട്രാവൻകൂർ ടൈറ്റൻസ്. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ പാലക്കാട് വാരിയേഴ്സിനെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ട്രാവൻകൂർ ടൈറ്റൻസ് ചാമ്പ്യന്മാരായത്. ജനുവരി 24 മുതൽ 26 വരെ എറണാകുളം അസേസി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ ഇന്റർനാഷണൽ റോളർ ഹോക്കി റിങ്കിലാണ് മത്സരങ്ങൾ നടന്നത്. കേരള ഒളിമ്പിക് അസോസിയേഷൻ ട്രഷററും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റുമായ MR രഞ്ജിത്ത് സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി. കേരള റോളർ സ്കേറ്റ് അസോസിയേഷന്റെ പ്രവർത്തന മികവിനെയും രക്ഷിതാക്കളുടെ പിന്തുണയെയും അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചു. സ്കേറ്റിംഗിലെ 8 വിഭാഗങ്ങൾക്ക് കൂടി സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ച വിവരവും ഔദ്യോഗികമായി അറിയിച്ചു. സംസ്ഥാനത്ത് റോളർ സ്കേറ്റിംഗ് എന്ന കായിക ഇനത്തിന് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 13 വർഷമായി സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുകയാണ്. ഇക്കഴിഞ്ഞ 13 വർഷക്കാലവും ഓരോ വർഷത്തെയും പ്രവർത്തന പുരോഗതി വിലയിരുത്തുമ്പോൾ ക്രമാനുഗതമായി നമ്മുടെ ഈ കായിക ഇനം കേരളത്തിൽ 14 ജില്ലകളിലും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഈ വർഷം ഇവിടെ റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള ഈ കേരള റോളർ ഹോക്കി ലീഗ് എന്ന ഈ മത്സരം. കേരള ഒളിമ്പിക് അസോസിയേഷൻ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ കേരള റോളർ സ്കേറ്റിംഗ് അസോസിയേഷനെ അസോസിയേറ്റ് മെമ്പറായിക്കൊണ്ട് തീരുമാനിച്ച വിവരം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. സ്കേറ്റിംഗിൽ ദേശീയ തലത്തിൽ മെഡലുകൾ നേടിയ താരങ്ങൾക്ക് ചടങ്ങിൽ ആദരവ് നൽകി.
തുടർന്ന് കെ ലീഗ് ആദ്യ സീസണിൽ കപ്പടിച്ച ട്രാവൻകൂർ ടൈറ്റൻസിന് MR രഞ്ജിത്ത് ട്രോഫി സമ്മാനിച്ചു. പാലക്കാട് വാരിയേഴ്സ്, ട്രാവൻകൂർ ടൈറ്റൻസ്, ഇടുക്കി ചാർജേഴ്സ്, വീർ മലബാറിസ്, തൃശൂർ ടസ്കേഴ്സ്, കൊച്ചിൻ ഹീറോസ് തുടങ്ങി 6 ടീമുകളാണ് പരസ്പരം മാറ്റുരച്ചത്. ഇതിൽ നിന്നും ആദ്യ 4 ടീമുകൾ പ്ലേ ഓഫിലെത്തി. ആദ്യ ക്വാളിഫയറിൽ പാലക്കാട് വാരിയേഴ്സിനെ തകർത്ത് ട്രാവൻകൂർ ടൈറ്റൻസ് ഫൈനലിലെത്തി. എലിമിനേറ്റർ മത്സരത്തിൽ വീർ മലബാറിസിനെ പരാജയപ്പെടുത്തി ഇടുക്കി ചാർജേഴ്സ് 2ാം ക്വാളിഫയറിലെത്തിയെങ്കിലും പാലക്കാടിനോട് തോറ്റ് 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പിന്നീട് നടന്ന കലാശപ്പോരിലാണ് ട്രാവൻകൂർ ടൈറ്റൻസ് പാലക്കാട് വാരിയേഴ്സിനെ തകർത്ത് കെ ലീഗിലെ പ്രഥമ ചാമ്പ്യന്മാരായത്. 24 ഗോളുകൾ നേടിക്കൊണ്ട് വീർ മലബാറിസിന്റെ ഹരിനാരായണൻ ടൂർണമെന്റിൽ ടോപ്പ് സ്കോററായി. പാലക്കാട് വാരിയേഴ്സിന്റെ ശിവ ജിബിനാണ് മികച്ച ഗോൾ കീപ്പർ. ഇടുക്കി ചാർജേഴ്സിന്റെ ക്യാപ്റ്റൻ ജിബിൻ ബേബിയാണ് ടൂർണമെന്റിന്റെ താരം. ഈ വർഷം മെയ് 16 മുതൽ 18 വരെ കെ ലീഗ് 2ാം സീസൺ നടത്താനും തീരുമാനമായി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ പ്രാഥമിക റൗണ്ടിലെ 3ാം മത്സരത്തിൽ ഒഡീഷയ്ക്കെതിരെ കേരളത്തിന് ജയം. 3 മത്സരങ്ങളിൽ കേരളത്തിന്റെ 2ാം ജയമാണിത്. 7 പോയിന്റുമായി കേരളമാണ് ബി ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്ത്. അസമിൽ നടക്കുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന്റെ പ്രാഥമിക റൗണ്ടിലെ 3ാം മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് ഒഡീഷയെ കീഴടക്കിയ കേരളം നോക്കൌട്ടിലേക്ക് അടുത്തു. 22ാം മിനിറ്റ് ടി ഷിജിൻ നേടിയ ഗോളിനായിരുന്നു കേരളത്തിന്റെ വിജയം. ആദ്യ പകുതിയിലും 2ാം പകുതിയിലും കേരളം നിരവധി മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും വലകുലുക്കാൻ കഴിഞ്ഞില്ല. പ്രാഥമിക റൗണ്ടിലെ 3 മത്സരങ്ങളിൽ കേരളത്തിന്റെ 2ാം ജയമാണിത്. ആദ്യ മത്സരത്തിൽ പഞ്ചാബിനെ 3-1 തോൽപ്പിച്ച കേരളം 2ാം മത്സരത്തിൽ റെയിൽവേസിനോട് 1-1 സമനിലയിൽ പിരിയുകയായിരുന്നു. 3 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റുമായി കേരളമാണ് ബി ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്ത്. 5 പോയിന്റ് വീതമുള്ള മേഘാലയയും റെയിൽവേസുമാണ് യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. ഇനി ബി ഗ്രൂപ്പിൽ കേരളത്തിന് 2 മത്സരങ്ങൾ കൂടിയാണുള്ളത്. മേഘാലയയ്ക്കും സർവീസസിനും എതിരെയാണ് ഇനിയുള്ള മത്സരങ്ങൾ. കളിക്കാരുടെ സുരക്ഷയാണ് പ്രധാനമെന്നും ലോകകപ്പിൽ നിന്ന് ഒഴിവാക്കാനുള്ള ICC തീരുമാനം അംഗീകരിക്കുന്നതായും ബംഗ്ലാദേശ്. അതേസമയം ബഹിഷ്കരണ ഭീഷണിയുമായി എത്തിയ പാകിസ്ഥാനും പ്രതിഷേധ രീതിയിൽ നിലപാട് മാറ്റി. ലോകകപ്പിനുള്ള 15-അംഗ ടീം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ലോകകപ്പിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കാനുള്ള ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ തീരുമാനം അംഗീകരിക്കുന്നതായി ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്. ഇന്ത്യയിൽ കളിക്കുന്നത് തങ്ങളുടെ കളിക്കാർക്ക് സുരക്ഷിതമല്ലാത്തത് കൊണ്ടാണ് തങ്ങൾക്ക് ബഹിഷ്കരണത്തിൽ ഉറച്ചു നിൽക്കേണ്ടി വന്നതെന്നും കളിക്കാരുടെ സുരക്ഷയാണ് പ്രധാനമെന്നും BCB അറിയിച്ചു. എന്നാൽ ബംഗ്ലാ കളിക്കാർക്കും ബോർഡിലെ ഭൂരിപക്ഷത്തിനും ലോകകപ്പിൽ കളിക്കണമെന്നായിരുന്നു ആഗ്രഹം. ബംഗ്ലാദേശ് സർക്കാരിന്റെ കടുംപിടുത്തമാണ് ഒഴിവാക്കലിലേക്ക് നയിച്ചത്. ഇതിനെ ചൊല്ലി ബോർഡിനുള്ളിൽ തർക്കങ്ങൾ മുറുകുകയാണ്. അതേസമയം ബംഗ്ലാദേശിനെ ഒഴിവാക്കി സ്കോട്ട്ലാൻഡിനെ ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിൽ നടക്കുന്ന 2020 ലോകകപ്പ് ബഹിഷ്കരിക്കുമെന്ന് ഭീഷണി മുഴക്കിയ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നിലപാട് മാറ്റിയിരിക്കുകയാണ്. ആവശ്യമില്ലാതെ ബഹിഷ്കരിക്കാൻ നിന്നാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ മുന്നറിയിപ്പ് ലഭിച്ചതോടെ പാക് ബോർഡ് ലോകകപ്പിനുള്ള 15-അംഗ ടീം പ്രഖ്യാപിക്കുകയും ചെയ്തു. 72ാം കേരള സംസ്ഥാന സീനിയർ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടി കോഴിക്കോട്. കരുത്തരായ തിരുവനന്തപുരത്തിനെ ഫൈനലിൽ തോൽപ്പിച്ചാണ് കോഴിക്കോട് ജേതാക്കളായത്. 18-നെതിരെ 30 പോയിന്റുകൾക്കാണ് ജയം. കൊല്ലം പാരിപ്പള്ളി പുത്തൻകുളത്തെ ഇസ്യാൻ സ്പോർട്സ് സിറ്റിയിൽ ജനുവരി 20-നാണ് വാശിയേറിയ പോരാട്ടം നടന്നത്. രാവിലെ 11 മണിക്ക് നടന്ന ഉദ്ഘാടന ചടങ്ങിന് ശേഷമാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. നമ്മുടെ 72ാമത് സംസ്ഥാന സീനിയർ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് നടക്കുന്നു എന്ന് പറയുന്നതും ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കബഡി എന്നുള്ള മത്സരം വെറും ഒരു കായിക വിനോദം മാത്രമല്ല, മനസ്സിന്റെ ഏകാഗ്രതയുടെയും ടീം വർക്കും ഒക്കെ ഒത്തുചേർന്ന ഒരു കായിക വിനോദമാണ്. പ്രാഥമിക റൗണ്ടിന് ശേഷം നടന്ന ക്വാളിഫയർ മത്സരങ്ങളിൽ നിന്നും ജയിച്ചെത്തിയ കൊല്ലം, കോഴിക്കോട്, തിരുവനന്തപുരം, ആലപ്പുഴ എന്നീ ടീമുകളാണ് സെമിയിൽ ഏറ്റുമുട്ടിയത്. ആദ്യ സെമിയിൽ കൊല്ലം ജില്ലയെ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ 32-നെതിരെ 36 പോയിന്റുകൾക്ക് തോൽപ്പിച്ചാണ് കോഴിക്കോട് ഫൈനലിലെത്തിയത്. 2ാം സെമിയിൽ ആലപ്പുഴയെ 38-നെതിരെ 47 പോയിന്റുകൾക്ക് തോൽപ്പിച്ചായിരുന്നു തിരുവനന്തപുരത്തിന്റെ ഫൈനൽ പ്രവേശനം. കേരള സ്റ്റേറ്റ് കബഡി ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി ആളുകളാണ് മത്സരം കാണാൻ കൊല്ലം ഇസ്യാൻ സ്പോർട്സ് സിറ്റിയിൽ എത്തിയത്. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. ഫോർമുല 1 ഇതിഹാസ താരം മൈക്കൽ ഷൂമാക്കറുടെ ആരോഗ്യനിലയിൽ നിർണായക പുരോഗതി. 12 വർഷത്തോളം തുടർന്ന അദ്ദേഹത്തിന്റെ കിടപ്പ് ജീവിതം അവസാനിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. നിവർന്നിരിക്കാനും വീൽചെയറിന്റെ സഹായത്തോടെ വീട്ടിലുടനീളം സഞ്ചരിക്കാനും ഷൂമാക്കറിന് സാധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. 2013 ഡിസംബർ 29-നാണ് ലോകത്തെ നടുക്കിയ അപകടമുണ്ടായത്. അണ്ടർ-19 ലോകകപ്പിലെ സൂപ്പർ 6 മത്സരത്തിൽ സിംബാബ്വെയെ തകർത്തെറിഞ്ഞ് ഇന്ത്യ. 204 റൺസിനാണ് ഇന്ത്യയുടെ ജയം.
ഇന്ത്യ ഉയർത്തി 383 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ 148 റൺസിന് പുറത്തായി. സെഞ്ചുറി നേടിയ വിഹാൻ മൽഹോത്രയാണ് ഇന്ത്യൻ ഇന്നിംഗ്സിൽ തിളങ്ങിയത്. ഈ വിജയത്തോടെ 5 തവണ ചാമ്പ്യന്മാരായ ഇന്ത്യ സൂപ്പർ 6 ഗ്രൂപ്പ് 2-ൽ ഒന്നാമതെത്തി. ഞായറാഴ്ച ഇതേ വേദിയിൽ നടക്കുന്ന രണ്ടാമത്തെയും അവസാനത്തെയും സൂപ്പർ 6 മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. ഇന്ത്യൻ സൂപ്പർ ലീഗ് 2026 സീസൺ ഫെബ്രുവരി 14-ന് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ ലീഗായ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 12ാം പതിപ്പിൽ ആകെ 14 ടീമുകൾ മത്സരിക്കും. നിലവിലെ താൽക്കാലിക ഷെഡ്യൂൾ അനുസരിച്ച് ലീഗ് ഘട്ടത്തിൽ ഹോം എവേ ഫോർമാറ്റിൽ 91 മത്സരങ്ങൾ നടക്കും. നോക്കൌട്ട് മത്സരങ്ങളുടെ തീയതികളും ഫോർമാറ്റും പിന്നീട് പ്രഖ്യാപിക്കും. മിക്ക മത്സര ദിവസങ്ങളിലും ഡബിൾ ഹെഡർ മത്സരങ്ങൾ ഉണ്ടായിരിക്കും. ലീഗ് ഘട്ടം മെയ് 17-ന് അവസാനിക്കും. 8ാമത് കേരള സംസ്ഥാന CBSE ICSE ക്യോരോഗി പൂംസെ ബോയ്സ് ആൻഡ് ഗേൾസ് തായ്ക്വോണ്ടോ ചാമ്പ്യൻഷിപ്പ് ഫെബ്രുവരി 7-8 തീയതികളിൽ മാങ്ങാട്ടുപറമ്പിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. തായ്ക്വോണ്ടോ അസോസിയേഷൻ ഓഫ് കേരളയുടെ കീഴിലുള്ള കണ്ണൂർ ജില്ലാ തായ്ക്വോണ്ടോ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിന്റെ തത്സമയ സംപ്രേഷണം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനൽ കേരള ഒളിമ്പിക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.